When I reached here, some people tried to hit my car. And I have already said, I have no problem if from distance somebody shows black flag. But if somebody comes near my car, then I will get down. I get down from the car. നമ്മുടെ കേരളത്തിന്റെ ഗവർണർ 1.25 മണിക്കൂറിൽ അധികമാണ് ഗതികേട് കൊണ്ട് നടു റോട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. ആ ഒരു സമയത്തുള്ള ഒരു പത്രസമ്മേളനത്തിന്റെ ചെറിയ ഭാഗമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ആർക്ക് വേണമെങ്കിലും കരിങ്കൊടി കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കാം, പക്ഷേ വാഹനത്തിൽ വന്ന് ഹിറ്റ് ചെയ്ത് അടിക്കാൻ പാടില്ല. അത് പൊതുമുതലാണ്. ഈ വന്നവരൊക്കെ തന്നെ ക്രിമിനലുകളാണ്. അതേപോലെ തന്നെ ഇവരുടെ സംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ള ആ വ്യക്തിക്ക് വരെ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. തനിക്കെതിരെ ആക്രമിക്കാൻ വന്നിട്ടുള്ളവരിൽ 17 പേരെ അറസ്റ്റ് ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു. ഏകദേശം 50-ലധികം ആളുകളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട് എന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേസിലൊന്നും പെടാതെ രക്ഷപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടാണ് ചോദിക്കാനും പറയാനുമുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകൾ, കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ തന്നെ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ശനിയാഴ്ചയല്ലേ, അതിനുവേണ്ടി പഠിക്കേണ്ട വിദ്യാർത്ഥികൾ പോട്ടെ, ഇന്നൊരു ശനിയാഴ്ച ലീവായതുകൊണ്ട് തന്നെ സിനിമക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒപ്പരമോ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. പക്ഷേ രാജ്യത്തെ ഭരണഘടനയിലെ നമ്മുടെ കേരളത്തിൻ്റെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗവർണറെയൊക്കെ ആക്രമിക്കാൻ പോവുകയാണോ തൻ്റെ മക്കളെ എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലേ? രക്ഷിതാക്കൾക്ക് മക്കളെ ഇതുപോലെ കയറൂരി വിടാൻ പാടുണ്ടോ? അല്ല, ഇനി ഇവരൊക്കെ വിദ്യാർത്ഥികൾ തന്നെയാണോ എന്നുള്ളതും മറ്റൊരു വശം. എന്ത് തന്നെയായാലും ഒരുപാട് ക്രിമിനൽസ് SFI എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഗവർണർക്കെതിരെയൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അവരുടെ ഒപ്പം പോവാതെ നിൽക്കേണ്ടതൊക്കെ ഒരു സ്വയം ബോധമാണ്. അവരുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത്, നാളുകളിൽ ഈ വിദ്യാർത്ഥികൾക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ ആയി ബന്ധപ്പെട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഗവർണറെ ആക്രമിച്ച കേസൊക്കെ ഉള്ളൊരു വിദ്യാർത്ഥിക്ക്, ഒരു വ്യക്തിക്ക് മറ്റൊരു രാജ്യത്തും ഒരു വിസയും കൊടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ത് തന്നെയായാലും നമ്മുടെ CPM ഭരിക്കുന്ന, അതായത് നമ്മുടെ കേരള സർക്കാർ ഭരിക്കുന്ന CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഈ ക്രിമിനൽ സംഘത്തിന് ഒരു ധാരണയുണ്ടായിരുന്നു. കേരളത്തിൽ എന്ത് തോന്നിവാസം ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളത്. ആ ഒരു ചിന്തക്കാണ് കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് നമ്മുടെ ഗവർണർ കൃത്യമായിട്ട് 17 പേരെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലേക്ക് അങ്ങ് പറഞ്ഞയപ്പിച്ചത്. ഇതുപോലെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും, അതും ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയിലെ 17 പേരെ ജയിലിലേക്ക് പറഞ്ഞയച്ചതിന് കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളും കടപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തോട് ഈ SFI ക്രിമിനൽസിന് എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ അങ്ങ് മാറിക്കിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന് പറയുന്നത്, ഗവർണർക്ക് പോലും നമ്മുടെ കേരളത്തിൽ സുരക്ഷയില്ലെങ്കിൽ രാഷ്ട്രപതിയൊക്കെ ഈ കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾ ഫാസിസമാണോ എന്ന് പറഞ്ഞ് കരയാൻ നിൽക്കണ്ട. അതിനു മുമ്പായിട്ട് തന്നെ ഈ സർക്കാരിൻ്റെ വിദ്യാർത്ഥി സംഘടനയൊക്കെ ഒതുക്കി മൂലക്ക് നിർത്തുന്നത് സർക്കാരിന് തന്നെ നല്ലതായിരിക്കും എന്നുള്ളത് കൂടി ഒരു ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് തന്നെയായാലും കേരളത്തിലെ പോലീസിൻ്റെ ക്രൂരതയോടും വിദ്യാർത്ഥി അക്രമി സംഘത്തിൻ്റെയൊക്കെ സകലതിനെയും ചോദ്യം ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞയക്കാനൊക്കെ ഇവിടെ ഒരു ഗവർണർ ഉണ്ട് എന്നുള്ളത് കേരളത്തിൽ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു.